ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എം ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ നമ്മൾ കേരള സർവകലാശാലയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത് കുറേ ഓർമ്മശക്തിയെ പരിഹസിക്കാതെ പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ചെയ്തതുപോലെ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ച് നിർത്തുന്നിരിക്കുന്നത്. അതായത് ഒരു സംഘപരിവാർ പ്ലാനാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ പ്രകടമായ ട്വിസ്റ്റാണ് ഈ RSS ബിംബത്തെ ഉപയോഗിച്ച് അതിനെ ഭാരതാംബയായി ചിത്രീകരിച്ച് അതിനെ അത്തരം ചിത്രങ്ങൾക്ക് സാധുതയും ആധികാരികതയും എത്തിക്കാനുള്ള ശ്രമം പൊളിച്ചത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായ പ്രതികരണം തന്നെയാണ്. ഈ സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ വേണം സർവകലാശാലയിൽ ഇപ്പോൾ കാണുന്ന സംഭവവികാസങ്ങളെ നിരീക്ഷിക്കാൻ, അല്ലേ ശ്രീ എം ജയചന്ദ്രൻ? തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല, അത് നിയമപരമായി സ്റ്റാറ്റ്യൂട്ട് വഴി VC-ക്ക് അധികാരങ്ങളൊക്കെ നിർണയിക്കപ്പെട്ടിട്ടുള്ള സംവിധാനമാണ് സർവകലാശാല ഭരണം. ഇപ്പോ നമ്മള് സാധാരണ പറയുമല്ലോ, കാരണന്മാരൊക്കെ പറയുന്നൊരു ഒരു ചൊല്ലുണ്ടല്ലോ അജിംഷാദെ, ഈ കമ്മലിട്ടവൻ പോയപ്പോ കടുക്കിനിട്ടവൻ വന്നു എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെയാണ് ഇപ്പോ ആരിഫ് ഖാൻ പോയിട്ട് ഇപ്പൊ പുതിയ ആർലേക്കർ വന്നപ്പോ അതാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ VC, ഞാനത് അതോടെ പറയാൻ ആഗ്രഹിക്കുന്നു ചർച്ചയിൽ. അതായത് VC പിന്നെ താൽക്കാലിക VC നിലവിലില്ല. അപ്പൊ വേറൊരാൾക്ക് ചുമതല കൊടുക്കുന്നു. ചുമതല കൊടുക്കുന്ന ആള് പിന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഗവർണർ ഇംഗിതത്തിന് വഴങ്ങി, അത് കേസാവുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഹൈക്കോടതിയും പിന്നെ RSSന്റെ ചട്ടുകമായി മാറുന്ന തരത്തിലേക്ക് ഹൈക്കോടതി ജഡ്ജ്മെന്റ് വരുന്നു. ഇപ്പോ പിന്നെ ഈ ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ്സ് നോട്ട് ജഡ്ജസ് എന്നൊരു പ്രമാണമുണ്ട്, അത് സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജഡ്ജ്മെന്റിനെയാണ് വിമർശിക്കുന്നതെന്നേ. ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് RSSന്റെ ജഡ്ജ്മെന്റിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താതെ കോർട്ട് ലക്ഷ്യമാകില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞേ, ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ്സ് നോട്ട് ജഡ്ജസ്. അതാണല്ലോ ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത്, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട ജഡ്ജ്മെന്റ് ആണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഇവിടെ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തി വെച്ചിരിക്കുന്നത് അതാണേ. കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യം ഒന്നും നമ്മൾ പറയുന്നില്ല. അതൊന്നും നോക്കണ്ടെന്ന് ഇവര്. നഗരേഷും നോക്കണ്ട, ചീഫ് ജസ്റ്റിസും നോക്കണ്ട. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ലോ, അതനുസരിച്ച് വേണ്ട പെരുമാറാൻ. എന്ത് അധികാരത്തിന്റെ പേരിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ് കാതലായ പ്രശ്നം ഇവിടെ വരുന്നത്. 10-13 സ്റ്റാറ്റ്യൂട്ടിന്റെ അതില് ചെറിയ ചെറിയ ഫണ്ടുകൾ അനുവദിക്കാനല്ലേ, അതുമാത്രമല്ലേ ഇദ്ദേഹത്തിന് സാധിക്കൂ, VC-ക്ക് സാധിക്കൂ. അതല്ലേ മാത്രമല്ല, ഈ ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള പദവിയിലേക്ക് കൈകടത്താൻ അല്ലെങ്കിൽ സസ്പെൻഷൻ നടത്താൻ VC-ക്ക് അധികാരമില്ല. അത് ചട്ടങ്ങൾ തന്നെ പറയുന്നതാണ്. ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ല അജിംഷാദെ, അസിസ്റ്റന്റ് രജിസ്ട്രാർ AR. അല്ല, ഡെപ്യൂട്ടി തസ്തികയ്ക്ക് മുകളിലുള്ളവർക്ക് എന്നാണ് ചട്ടങ്ങൾ. അത് ഷിജു ഖാൻ അടക്കമുള്ളവർ പറഞ്ഞതാണ്. ഇനി എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ അല്ല, 10-13 10-13 10-14 സ്റ്റാറ്റ്യൂട്ടിൽ ഇത് വ്യക്തമായി വ്യവച്ഛേദിച്ച് പറയുന്നത്. ഒരധികാരവുമില്ല അങ്ങനെ പിന്നെ ഇത്തരത്തിലുള്ള നടപടി എടുക്കാനായിട്ട്. ഒന്ന്. രണ്ടാമത്, സാധാരണ മനുഷ്യാവകാശം പോലും ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിഷ്കരണം തള്ളുന്ന രീതിയിലാണല്ലോ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആളിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ, അറിയാൻ ഒരവസരവും അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഹൈക്കോടതി ഈ തരത്തിൽ, ഞാൻ പറയുക, HMV ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നുള്ളതാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഒരു ന്യായാധിപൻ ഉൾപ്പെടെയുള്ള വിധിന്യായം പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന, വായിച്ചപ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ നടപടിയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിനുള്ള അങ്ങേയറ്റം കടുത്ത നിന്ദയും നിയമവിരുദ്ധതയുമാണ് കാണിച്ചിട്ടുള്ളത്. അത് നാളെ കേസ് എന്തായാലും വരികയാണല്ലോ, അവിടെ അത് എടുക്കാതിരിക്കാനും കഴിയില്ല. ഇന്ന് ഇവർ പറഞ്ഞത് കേട്ടില്ലേ, മാധ്യമപ്രവർത്തകരോട് തന്നെയല്ലേ പറഞ്ഞത്, പാർട്ടി മീറ്റിംഗ്. എത്ര ധിക്കാരപരമായിട്ടാണ് ഒരു സർവകലാശാലയെ നയിക്കുന്ന 2 ദിവസത്തേക്ക് ആ ചുമതല കിട്ടിയപ്പോ പിന്നെ ഏതോ ദന്തഗോപുരത്തിൽ ഇരിക്കുന്നവണക്കാണ് അവർക്ക് ആ VC-ക്ക് തോന്നിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നത്. RSSന്റെ ആൾക്കാർ പറയുന്നതൊക്കെ മനസ്സിലാവാം, പച്ചയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്നവരാണല്ലോ അവര്. പക്ഷേ അക്കാദമിഷ്യനായ VC ഇങ്ങനെയാണോ വർത്തമാനം പറയേണ്ടത്? അവർ പറയുന്നത് സിൻഡിക്കേറ്റ് യോഗം സിൻഡിക്കേറ്റ് എന്ന പദവി ലഭിക്കണമെങ്കിൽ അവിടെ VC കൂടി വേണം അധ്യക്ഷയായി.
അപ്പോൾ VC ഇറങ്ങിപ്പോവുകയും അത് റദ്ദാക്കിയെന്ന് പറയുകയും ചെയ്താൽ പിന്നീട് കൂടുന്നത് കേവലം ഒരു യോഗം മാത്രമാണ്. അതിന് സിൻഡിക്കേറ്റിന് പദവിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ വെട്ടി കൃത്യമായി ഇടതംഗങ്ങൾ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തെത്തി അതേ സംബന്ധിച്ച് വിശദീകരിച്ചു. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ചാപ്റ്റർ 6 പ്രകാരമാണ് മുതിർന്ന ആളെ അംഗത്തെ അധ്യക്ഷയാക്കി അവിടെ യോഗം തുടർന്നത്. അത് തുടങ്ങിയത് സിസ തോമസ് ആണ്, VC യുടെ അധ്യക്ഷതയിലാണ്. പക്ഷേ അത് പൂർത്തീകരിക്കാതെ ഇറങ്ങിപ്പോയ ഘട്ടത്തിൽ പകരം സീനിയർ മെമ്പറെ അധ്യക്ഷയാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അത് ചട്ടപ്രകാരം തന്നെയാണ്, ചാപ്റ്റർ 6 അത് പറയുന്നുണ്ട്. അല്ല, എന്തിനാണ് അവർ ഇറങ്ങിപ്പോയത്? അതോടെ പറയണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് അത് പറയണ്ടേ? ഇത് പിന്നെ ഈ രജിസ്ട്രാർക്കെതിരെ നടപടി തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം, അതിന് കൃത്യമായൊരു മറുപടി പറയാൻ വയ്യാതെ അസഹിഷ്ണുതയോടുകൂടിയാണല്ലോ അവിടെ ബഹിഷ്കരിച്ച് പോകുന്നത്. എന്നിട്ട് താനില്ലെങ്കിൽ മീറ്റിംഗ് അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്ധത്യം അതാണല്ലോ കാണിച്ചത്. അവരില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള സ്റ്റാറ്റ്യൂട്ടിലുണ്ടെന്നേ. അതാണിപ്പോ പിന്നെ സ്റ്റാറ്റ്യൂട്ട് 6 പറഞ്ഞത്, ജിംഷാദ് പറഞ്ഞതിന് കറക്റ്റാണത്. അതുകൊണ്ട് അതനുസരിച്ചാണ് മുതിർന്ന ഒരാളുടെ സിൻഡിക്കേറ്റ് അംഗത്തിനെ വെച്ചുകൊണ്ട് അവർ കൂടിയതും തീരുമാനമെടുത്തതും. അത് ഇനി നമുക്കറിയാം, അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സിസ തോമസ് ആ തീരുമാനം ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്നില്ല നാളെ. എന്നിട്ട് സ്വന്തം നിലയിൽ അവർ സ്വന്തം വക്കീലിനെ വെക്കാൻ പോവുകയാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വേറെ കേസുമായിട്ട് അവർ പോയിട്ടുള്ള കേസിന്റെ കൂടെ അവർക്ക് പോകേണ്ടി വരും. പിന്നെ രജിസ്ട്രാർക്ക്, സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർക്ക് ആ നിലയിലും പോകേണ്ടി വരും.